ഹൈക്കോടതി വിധി വന്നു. പിന്നെ ഇത് ഏതായാലും ഫൈനലല്ലല്ലോ വിധി. നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചത്. ഹർജി ഇരുകൂട്ടരുടെയും വാദം കേട്ടിരുന്നല്ലോ ഹർജിയിന്മേൽ. അപ്പോൾ നിങ്ങളുടെ ഭാഗം ഹൈക്കോടതി വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഹൈക്കോടതി പരിഗണിച്ചില്ല, അതാണല്ലോ ഉത്തരവിന്റെ അടിസ്ഥാനം. ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഉത്തരവ് വന്നത്. ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല, അത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഹർജിയിൽ മേഡം ഉന്നയിച്ച ആവശ്യം കോടതി തള്ളുമ്പോൾ തന്നെ മേൽനോട്ടത്തിന് റേഞ്ച് ഡി ഐ ജി ചുമതലപ്പെടുത്തുന്നുണ്ട്. നമുക്കത് ആശ്വാസകരമല്ല, തൃപ്തികരമല്ല എന്നുള്ളതാണല്ലേ? തൃപ്തികരമല്ല. അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയങ്ങൾ. എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു.